നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു ചിത്രം കാണിക്കാം. ആ ചിത്രത്തിലുള്ള ആളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് ചിത്രം. ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ചിലർക്ക് പിടികിട്ടി കാണും. ശരി, ഞാൻ കുറച്ച് പഴയ ചിത്രം കാണിക്കാം. 2016 കാലഘട്ടത്തിലുള്ളത്. ഇതാണ് ആ ചിത്രവും വാർത്തയും. ഇന്ത്യൻ ചെഗുവേര ജനിച്ചു, മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകൾ എന്നായിരുന്നു. ഈ രണ്ട് ചിത്രത്തിലുള്ളതും ഒരേ ആൾ തന്നെയാണ്. ഒന്ന്, അയാളുടെ വർത്തമാനകാലത്തിലെ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതായത് ഒരു സമയത്ത് തികച്ചും വിഘടനവാദപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദി സർക്കാരിനെതിരെ, സംഘപരിവാറിനെതിരെ പ്രചരണം നയിച്ച് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട സകല മാപ്രകളും ഇങ്ങനെ പൊക്കിപ്പിടിച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതലായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണത് കനയ്യകുമാർ. CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം വഴിയാണ് അയാൾ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആൾ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പേരിന് പറയാമെങ്കിലും അയാൾ ബുക്ക് ചെയ്തിരുന്ന കേരള ഹൗസിലെ, അതായത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഡൽഹിയിലുള്ള അവരുടെ ഓഫീസും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്ന കേരള ഹൗസ് ഉണ്ട്. അവിടെ ബുക്ക് ചെയ്തിരുന്ന റൂം പോലും അയാൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന തരത്തിൽ ഗതികെട്ട കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുകയാണ്. അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. ഇയാൾ 2016 കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സമരം തികച്ചും ഇന്ത്യയെ വിഘടിപ്പിക്കാൻ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. കാരണം ആ മുദ്രാവാക്യങ്ങളുടെ പ്രത്യേകത അതാണ്. ആസാദി മുദ്രാവാക്യം. കാശ്മീർ മാംഗെ ആസാദി, ആസാം മാംഗെ ആസാദി, ബംഗാൾ മാംഗെ ആസാദി, കേരളം മാംഗെ ആസാദി, കൊല്ലം മാംഗെ ആസാദി. അപ്പോൾ ഹിന്ദി അറിയാത്തവർക്ക് പോലും ഇതിൻ്റെ ഈ താളവും ഇതുമൊക്കെ കണ്ടിട്ട് ഇന്നെന്തോ കൊള്ളാം എന്നൊക്കെ തോന്നുന്നു. എന്താ അതിൻ്റെ അർത്ഥം? കാശ്മീരിന് വേണം സ്വാതന്ത്ര്യം, ആസാമിന് സ്വാതന്ത്ര്യം വേണം, ബംഗാളിന് സ്വാതന്ത്ര്യം വേണം, കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, കൊല്ലത്തിന് പോലും സ്വാതന്ത്ര്യം വേണം. അതായത് ഇന്ത്യ ഇങ്ങനെ മുറിച്ച് ഓരോ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക. വിഘടനവാദം എന്നല്ലാതെ ഇതിനെന്താണ് പറയുന്നത്? അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നവനെ പോലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതാണ്. എന്നിട്ട് എന്തായി അവസ്ഥ? അയാൾ തെരഞ്ഞെടുപ്പിൽ കയറി നിന്നു ലോക്സഭയിലേക്ക്. ബീഹാറിൽ നിന്ന് 4 ലക്ഷം വോട്ടിനാണ് BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. അന്നാണ് അവൻ ഈ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലായത്. തന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതും ഈ രാജ്യം മുഴുവൻ ആനയിച്ചുകൊണ്ട് നടന്നതുമൊക്കെ താൻ കണ്ട മിഥ്യയായിരുന്നു എന്നവന് മനസ്സിലായി. യാഥാർത്ഥ്യത്തിലേക്ക് ആ ചെറുക്കൻ കാലുകുത്തിയത് തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷം വോട്ടിൻ്റെ തോൽവി നേരിട്ടപ്പോഴാണ്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തി. ഒരു ചെറിയ കുടിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അയാൾക്ക് വലിയൊരു ബംഗ്ലാവുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നറിയില്ല. ഇത് ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ നമ്മളെ കാണിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. എന്തായാലും രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഒന്നും ആവാൻ പറ്റിയില്ല. സാമ്പത്തികമായിട്ടായി കാണും, ആവണമല്ലോ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും എതിർപ്പും നേരിട്ട സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാവുന്ന സമയത്താണ്. 2014 മുതൽ 19 വരെയുള്ള കാലത്തിലായിരുന്നു. ഇന്നത്തെ പോലെ ഒരു CJP പ്രധാനമായിട്ട് നിന്നിട്ട് ഉള്ള പ്രതിഷേധമല്ല അന്ന് ഒരു ബഹുമുഖ പ്രതിഷേധം എന്നൊക്കെ പറയാം. കാരണം പല സംഘടനകളുണ്ടായിരുന്നു അതിനകത്ത്. ചന്ദ്രശേഖർ ആസാദ് എന്നൊക്കെ പറഞ്ഞാൽ ദളിത് സംഘടനകളുടെ നേതാവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതേപോലെ ഹാർദിക് പട്ടേൽ എന്ന് പറഞ്ഞാൽ പട്ടേൽ വിഭാഗത്തിൻ്റെ ആളുണ്ടായിരുന്നു. ജിഗ്നേഷ് മേവാനി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കനയ്യകുമാർ, പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്, CPM, CPI, അങ്ങനെ സ്റ്റാലിൻ്റെ പാർട്ടി, അങ്ങനെ ഈ രാജ്യത്തെ ഒട്ടുമിക്ക ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളൊക്കെ അന്ന് എതിർത്തു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൽ 2014 ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ, അതായത് 303 സീറ്റോടെ BJP അധികാര തുടർച്ച നേടി. അതിനുശേഷം 2019 മുതൽ 2024 വരെ വളരെ ശാന്തമായിരുന്നു. BJP എതിർത്തിട്ട് കാര്യമില്ല, അവർ കൂടുതൽ വളരുകയുള്ളൂ. മോദി എതിർത്തിട്ട് കാര്യമില്ല, കൂടുതൽ ശക്തനാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 2019 മുതൽ 2024 വരെ താരതമ്യേന ശാന്തമായിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ക്രമീകടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പല രൂപത്തിൽ വരുന്നുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 എന്താണോ സംഭവിച്ചത് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം എപ്പോഴൊക്കെ തനിക്ക് നേരെ ആരെങ്കിലുമൊക്കെ ഒരു എതിരാളിയായിട്ട് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുകയും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പിന്നിൽ ആളുകൾ അണിനിരക്കുകയും അദ്ദേഹം കൂടുതൽ ശക്തനാവുകയും ചെയ്യും. അതാണ് പുറകോട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ചില സിനിമയിലൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കിടന്നവൻ ഇന്നിപ്പോൾ പൂജയും ചെയ്ത് കിടക്കുന്ന കാഴ്ച അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നവൻ അന്ന് സംഘപരിവാറിനെതിരെ എന്ന തരത്തിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇന്നിപ്പോൾ അതേ പാത പിന്തുടർന്ന് പോകുന്നൊരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് പല ആളുകളുടെ പേരുകൾ ഇങ്ങനെ മാറി വരും. ഏറ്റവും ഒടുവിലായിട്ട് സോനം വാങ്ചുക് എന്നും അഭിഷേക് ദീപ്തെ വരെ എത്തി നിൽക്കുകയാണ്. ഇവരുടെ ഒരു ഗതികേടാണിത്. സംഖ്യകൾക്ക് ആ ഗതികേടില്ല. അവർക്ക് എത്രയോ വർഷമായിട്ട് അവരുടെ പരമോന്നത നേതാവ് നരേന്ദ്രമോദി തന്നെ, മാറ്റമില്ല. നരേന്ദ്രമോദിക്ക് ശേഷമേ ഇനി അമിത്ഷായുടെ പേര് പറയുകയാണെങ്കിലും യോഗിയുടെ പേര് പറയുകയാണെങ്കിലും മറ്റാരുടെ പേര് പറയുകയാണെങ്കിലും അവർ പറയാറുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥ, കോൺഗ്രസ്സുകാരൻ്റെ അവസ്ഥ നോക്കൂ. അവർക്ക് ഇന്ന് പിണറായി വിജയനാണെങ്കിൽ നാളെ
രാഹുൽ ഗാന്ധി ആയിരിക്കും നേതാവ്, മറ്റന്നാൾ ട്രംപ് ആയിരിക്കും നേതാവ്, അതിൻ്റെ അടുത്ത ദിവസം ഈ പറയുന്ന സോനം വാങ്ചുക്ക് ആയിരിക്കും നേതാവ്, അല്ലെങ്കിൽ കനയ്യകുമാറിനെ പോലെ മറ്റൊരാളായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും മാറി പോയിക്കൊണ്ടിരിക്കും. BJP പക്ഷേ അങ്ങനെയല്ല. കൃത്യമായ ഒരു നേതാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല. അജഞ്ചലായിട്ട് നിൽക്കുന്നു, ശക്തനായിട്ട് നിൽക്കുന്നു. ഇപ്പുറത്തെ ആളുകൾക്ക് അദ്ദേഹത്തിനെതിരെ പറയാൻ കൃത്യമായ ഒരു നേതാവില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നിശബ്ദരാണ്. അവർക്ക് സിവിൽ വാറിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അവരങ്ങനെ നിൽക്കുകയാണ്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 10,000 പേരെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ 50,000 പേരെ കാണിച്ചിട്ട്, പോട്ടെ 1,00,000 പേരെ കാണിച്ചിട്ട് ഇതാ നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ആൾക്കൂട്ടം കണ്ടോ, ശക്തി കണ്ടോ എന്ന് ചോദിക്കുന്നതിലും വലിയ വിഡ്ഢിത്തം മറ്റെന്താണുള്ളത്? ഈ രാജ്യത്ത് 140 കോടി ജനസംഖ്യയാണേ ഉള്ളത്. നിങ്ങൾ അതിനകത്ത് 0.001% പോലും ഇല്ലാത്ത ഒരു ചെറിയ ആൾക്കൂട്ടത്തെ കാണിച്ചിട്ട് കണ്ടോ മോദിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് ചോദിക്കാൻ പോലും ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിലൊന്നും പെടാത്ത കോടാനുകോടി ആളുകൾ ആ മനുഷ്യൻ്റെ കൂടെ ഉള്ളപ്പോൾ ഇനിയും വരില്ലേ ഓരോ കനയ്യകുമാരനെയും തെളിച്ചുകൊണ്ട് ഈ വരിയിലൂടെ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. വേറെ വല്ല പണിയും നോക്കണേ മാപ്രകളെ.